അവിടെ ഉണ്ട്. അത് ആരാന്ന് കണ്ടെത്തേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. MCC അഹമ്മദ് മൗലവി എന്ന്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നാണ് 3 പേര് വരുന്നത്. MCC അഹമ്മദ് മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, MCC ഹസൻ മൗലവി. ആ മുകളിലുള്ള വ്യക്തി ആരാ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വളരെ വിചിത്രാണ് നമ്മൾ ചിന്തിക്കുമ്പോ. ഒരു വീട്ടിൽ ആരാണ് വന്നോ? ആൻസർ വന്നോ? ഒരു വീട്ടിൽ ഒരു പിതാവിന്റെ 3 മക്കളാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ധീരമായ ദൗത്യങ്ങൾ വഹിച്ച 3 പണ്ഡിത കേസരികളാണ്. MCC അഹമ്മദ് മൗലവി, അബ്ദുറഹ്മാൻ മൗലവി, ഹസൻ മൗലവി. 3 പേര്. 3 ആളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെ പിതാവ് ഒരാളാണ്. ആ പിതാവിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഉണ്ടോ? അവിടെ ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞഹമ്മദ് ഹാജി. കുഞ്ഞഹമ്മദ് ഹാജി. പേര് പറയാ, സ്ഥലം പറയാ, എന്നിട്ട് ആൻസർ പറയും. ഫർഹ ബിൻ സലാഹ്, കരിഞ്ചാപ്പാടി. കരിഞ്ചാപ്പാടി ഫർഹ ആണ് ആൻസർ ചെയ്തത്. കുഞ്ഞഹമ്മദ് ഹാജി ഒന്നുകൂടി സ്പെസിഫിക് ആവാൻ പറ്റുമോ? ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, ബ്രില്യന്റ് ആൻസർ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ 3 മക്കളാണ് MCC സഹോദരങ്ങൾ എന്നുള്ള പേരിൽ നമുക്ക് പരക്കെ അറിയാവുന്ന. പരപ്പനങ്ങാടിക്കാർക്കൊക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. പുളിക്കൽക്കാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയണം. കൊടുങ്ങല്ലൂർക്കാർക്കും അറിയണം. ഈ പ്രദേശങ്ങളിലൊക്കെ ഇവർ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ആളുകളാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഒരു പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ഇവരുടെ പിതാവ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കണം എന്ന് പറയാൻ കാരണം, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് പഠിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേരത്തെ പറഞ്ഞ KM മൗലവിയുടെയും EK മൗലവിയുടെയും മൊയ്ദ് മൗലവിയുടെയും TK മൂസ മൗലവി, ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നവോത്ഥാന നേതാക്കന്മാരായി നമ്മൾ എണ്ണി പറയുന്നത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പടച്ചെടുത്തത്, അല്ലെങ്കിൽ അവരൊക്കെ ഒരു ദർശില് ഊതിക്കാച്ചിയെടുത്ത ഉസ്താദാണ് ആര്? ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹം വാഴക്കാട് ആരംഭിച്ച അല്ലെ, കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തി പ്രദേശത്തുള്ള വാഴക്കാടുള്ള ദാറുൽ ഉലൂമിൽ അദ്ദേഹം സ്ഥാപിച്ച ദർസിൽ പഠിച്ച്, ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു അറബി കോളേജില് പഠിച്ച 5 കുട്ടികളെ കേരള മുസ്ലിങ്ങളെ തന്നെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു ബൗദ്ധികമായ ഒരു ഉത്ബുദ്ധതയിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അത്രയൊരു പ്രതിഭാസമായി തന്നെ ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്.